പാഠം 894 ഒരു പെണ്ണ് കാണൽ കഥ. ഹലോ, അതെ, മോഹനയുടെ അടുത്ത് ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. വേണ്ടേ? ആരെന്ന് പറയട്ടെ? പുഷ്പാങ്കദൻ. ഓ ശരി, പേര് പറഞ്ഞ മോഹനേട്ടൻ അറിയായിരിക്കുമല്ലോ അല്ലേ? ഓ ഓ ഓ ശരി. വില്ലേജ് ഓഫീസറൊക്കെ നാട്ടിൽ ആരാധകർ കൂടി വരുവാണല്ലോ. ഈ സ്വഭാവമായിട്ടും പിന്നെയും പിന്നെ ആളുകൾ മോഹനേട്ടനെ പറ്റി നല്ലത് പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലാവാതെ. ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു. കണ്ടു മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം എന്തിനാണ്? ഞാൻ ചുമ്മാതെ ഒന്നും ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ. വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാകാനില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഓരോ നിമിഷത്തിനും വിലയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഈ സ്വഭാവം കൊണ്ടു നടന്നിട്ടും ഈ ആളുകൾക്കൊക്കെ മോഹനേട്ടൻ ഇത്ര സ്നേഹം തോന്നാനുള്ള കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മോഹനേട്ടാ, ഒരു പുഷ്പാങ്കത്തെ വിളിച്ചിരുന്നു. സാറെന്തോ മഹാകാര്യം ചെയ്തു കൊടുത്തു, അതിന് നന്ദി പറയാൻ വിളിച്ചാണെന്ന്. മോഹനയുടെ ജോലി തിരക്കാണെന്ന് പറഞ്ഞപ്പോ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പുഷ്പാങ്കദൻ ചേട്ടന്റെ ആധാരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. എന്ത് ചെയ്യും എന്ന് ചോദിച്ച് എന്നെ കാണാൻ വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നു. നീ എപ്പോഴും പറയുമല്ലോ ഞാൻ ഭയങ്കര മുൻകോപിയും എടുത്തുകാട്ടക്കാരനുമാണെന്നൊക്കെ. പക്ഷേ നാട്ടുകാർക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം അതല്ല എന്ന് എനിക്ക് മനസ്സിലായല്ലോ. എല്ലാവരെയും സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കെ മോഹനകൃഷ്ണൻ സാർ. ഈ പുഷ്പാങ്കദൻ ചേട്ടൻ എന്താ ജോലി? ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുക. വിദ്യാഭ്യാസം എനിക്കറിയില്ല. എന്തായാലും 10ാം ക്ലാസ്സിനപ്പുറം ഉണ്ടാവില്ല. അതുകൊണ്ടാ നമ്മുടെ ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരാവശ്യം വരുമ്പോ വിദ്യാഭ്യാസമുള്ള ആളുകളെ കണ്ട് സഹായം ചോദിക്കും. ഇതത്ര വലിയ സംഭവമൊന്നുമല്ല. നീ പറഞ്ഞ പോരല്ലോ. മോഹനേട്ടാ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സംശയം ഉണ്ടായി 2ഉം 3ഉം കൂട്ടിയാൽ എത്രയാണെന്ന്. ആ സംശയം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ആ കുട്ടി ചോദിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉത്തരം പറഞ്ഞു കൊടുത്തു. അതിനർത്ഥം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എല്ലാ കണക്കും പഠിച്ചു കഴിഞ്ഞു എന്നല്ല. വിദ്യാഭ്യാസമില്ലാത്ത പുഷ്പാങ്കദൻ ചേട്ടന് ഒരു സംശയം ഉണ്ടായപ്പോ വിദ്യാഭ്യാസമുള്ള മോഹനേട്ടനോട് ചോദിച്ചു. എന്നോട് ചോദിച്ചിരുന്നത് ഞാൻ സഹായിച്ചേനെ. അത് അത്ര വലിയ ആനക്കരുമായിട്ട് കരുതണ്ട. പുഷ്പാങ്കദൻ ചേട്ടന് വലിയ വിവരമൊന്നുമില്ലായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ ഓരോരോ കാര്യങ്ങൾക്കായി എന്നെ വിളിക്കുന്നത് പുഷ്പാങ്കദൻ ചേട്ടൻ മാത്രമല്ല. പിന്നെ ആരൊക്കെയാ മോനേട്ടാ? തലക്കുളം വില്ലേജ് ഓഫീസർ ജേക്കബിനെ എനിക്കറിയാമോ? കാര്യം പറഞ്ഞാൽ റവന്യൂ വകുപ്പിൽ എന്നേക്കാൾ സീനിയറാണ് അദ്ദേഹം. പക്ഷേ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അപ്പ തന്നെ എന്നെ വിളിക്കും. അതെനിക്കറിയാമോ? ഈ ജേക്കബ് സാർ വില്ലേജ് ഓഫീസറായിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലം. 10 കൊല്ലം വില്ലേജ് ഓഫീസർ ആയിരുന്നിട്ടും ഇനിയും സംശയം തീരാത്ത അങ്ങേർക്കാണോ വിവരമുണ്ട് എന്ന് മോനോട് പറഞ്ഞത്? ഓ, ആ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് നടക്കുന്ന ദിനേശിനെ പിടിച്ചൊന്ന് വില്ലേജ് ഓഫീസറാക്കി നോക്കി 10 ദിവസം കൊണ്ട് അയാൾ കാര്യങ്ങളെല്ലാം പഠിക്കും. അല്ലെങ്കിൽ തന്നെ ഒരേ തസ്തികയിൽ ഇരിക്കുന്ന 2 പേര് തമ്മിൽ പരസ്പരം സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താ അതിൽ വാർത്ത? ഞങ്ങൾ വക്കീലമാര് തമ്മിലും അങ്ങനെ പരസ്പരം സംശയം ചോദിക്കാറുണ്ടല്ലോ. വക്കീലമാരെ പോലല്ല വില്ലേജ് ഓഫീസർമാർ. ഓഹോ, അല്ലല്ല, വില്ലേജ് ഓഫീസർമാർക്ക് കൊമ്പുണ്ട്, കൊമ്പ്. മോഹനേട്ടൻ പറഞ്ഞത് സമൂഹത്തിലെ ഒരുപാട് ഉയർന്ന ആളുകൾ മോഹനേട്ടന്റെ ഉപദേശത്തിനായി കാത്തിരിക്കുന്നു എന്നാണ്. അതാരൊക്കെ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാ ഒരുപാട് പേരുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, റവന്യൂ സെക്രട്ടറി, പോട്ടെ ജില്ലാ കളക്ടർ. ഇവരൊന്നും ഇല്ലല്ലേ? പിന്നെ ആരാ മോനേട്ടാ? തഹസിൽദാർ എന്നെക്കാൾ ഉയർന്ന ആളാണല്ലോ. തഹസിൽദാർ എത്രയോ വട്ടം എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഉപദേശം ചോദിച്ചിരിക്കുന്നു. ഏത് കാര്യത്തില്? ഏത് കാര്യത്തിലാണ് തഹസിൽദാർ വിളിച്ച് സംശയം ചോദിച്ചതെന്ന്? അതിനോട് പറഞ്ഞ കാര്യമില്ല.
എന്നോട് പറഞ്ഞാലേ മോഹനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഞാനും ദിവസമായിട്ട് സംസാരിക്കുന്നത് സർക്കാർ കാര്യങ്ങളാ. സർക്കാർ കാര്യങ്ങള് പുറത്തുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞ ഈ ആയുസിൽ മോഹനേട്ടോട് ആകെ ഉപദേശം ചോദിച്ച ഒരേ ഒരാള് തഹസിൽദാര. പക്ഷെ തഹസിൽദാർ എന്ത് ഉപദേശമാണ് ചോദിച്ചതെന്ന് പുറത്തു പറയാൻ പറ്റുകയില്ല. അതായത് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളിൽ സംശയമുള്ള ആളുകളാണ് മോഹനേട്ടനെ സമീപിക്കുന്നത് എന്ന് ചുരുക്കം. നിന്റെ വക്കീൽ ബുദ്ധി ഉപയോഗിച്ച് നീ എന്തും വളച്ചൊടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ എന്റെ കോടതി മതി. ബുദ്ധിയും വിവരമില്ലാത്ത ജഡ്ജിമാർ ചിലപ്പോൾ അത് വിശ്വസിച്ചിരിക്കും. ഇതിപ്പോ ഞാനത് തെറ്റു പറഞ്ഞാലുണ്ടല്ലോ. മോഹനേട്ടന്റെ ഉപദേശം ചോദിക്കാനായി ഈ ജില്ലയിലുള്ള മനുഷ്യന്മാരത്രയും ക്യൂ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് മോഹനേട്ടനാണ്. എന്റെ ഭർത്താവ് അത്രയും വലിയ ആളാണെങ്കിൽ എനിക്കതൊരു അഭിമാനമാവുമല്ലോ എന്ന് കരുതി മോഹനേട്ടൻ ആരെയാണ് ഉപദേശിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചു പോയി. അപ്പൊ അതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കും. ആ ഉത്തം വന്നു. വിളിച്ചത് വക്കീലേ എന്നായതുകൊണ്ട് എന്നോട് ഉപദേശം ഒന്നും ചോദിക്കാനായിരിക്കില്ല. എല്ലാ കേസിന്റെ കാര്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരെ ഉപദേശിക്കാനാ? നമസ്കാരം വക്കീലേ. നമസ്കാരം. എനിക്ക് വക്കീലിൽ ഒരു സഹായം വേണം. പറ്റൂല എന്ന് പറയരുത്. നാട്ടുകാരെ സഹായിക്കുന്ന ജോലി വില്ലേജ് ഓഫീസർ മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുക. അതിനിടയിൽ ഞാനിനി എന്ത് ചെയ്യും? കേസിന്റെ കാര്യം വല്ലതും ആണോ? ആ കേസിന്റെ കാര്യം തന്നെ. പക്ഷെ ഒരു പേഴ്സണൽ കേസാണ്. പേഴ്സണൽ കേസോ? ഒരു കല്യാണാലോചന. തെക്കേപ്പറമ്പിലെ ശേഖരൻ ചേട്ടന്റെ മോൾ അംബികയാണ് പെണ്ണ്. പെണ്ണിന്റെ ചെറിയച്ചൻ വഴിക്ക് വന്ന ഒരു ആലോചനയാണ്. അംബിക ഡിഗ്രിക്കാരിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. വീട്ടിൽ വന്ന് പെണ്ണ് കാണുന്നതിന് മുമ്പ് എന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് അവക്കൊരേ നിർബന്ധം. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മതി പെണ്ണ് കാണൽ ചടങ്ങെന്നാണ് അംബികയുടെ അഭിപ്രായം. അതെന്തായാലും നല്ല കാര്യം. വെറുതെ ഒരു ചടങ്ങായിട്ട് പെണ്ണ് കാണൽ നടത്തി രണ്ട് വീട്ടുകാരെ മെനക്കെടുത്തിട്ട് ഒടുവിൽ ചെറുക്കന് പെണ്ണിനെയോ പെണ്ണിന് ചെറുക്കനെയോ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം? പക്ഷെ ഈ ആള് ഡിഗ്രിക്കാരിയാണല്ലോ. അപ്പോ പെണ്ണ് കാണാൻ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമാണ്. വക്കീലും കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സപ്പോർട്ടായിരിക്കും. ഞാനോ? അല്ല, വക്കീല് വേറെ അംഗന്മാരുണ്ടാ. അംബിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഇവിടെ വെച്ച് സംസാരിക്കുമ്പോ നാട്ടുകാരും അറിയില്ലല്ലോ. വഴിയിൽ വെച്ചോ ബേക്കറിയിൽ വെച്ചോ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. എനിക്കതിൽ വിരോധമൊന്നുമില്ല ഉത്തമ. പക്ഷെ ഇവിടെ വെച്ച് പെണ്ണുകാണൽ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ വിട്ടുകത്തി എടുക്കും. മോഹനേട്ടൻ അഭിപ്രായത്തിൽ കല്യാണം കഴിയുന്നതിന് മുന്നേ ആണും പെണ്ണും തമ്മിൽ കാണുന്നത് പോലും ശരിയല്ലെന്നാ. സാറിന് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വക്കീൽ എന്ത് പറയുന്നു? സാറിനെ എങ്ങനെ സമ്മതിപ്പിക്കാന്ന് ഉത്തമ വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ വക്കീല് സമ്മതിച്ചോ ഇല്ലയോ? എനിക്കെന്താ വിരോധം? എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്താ പിന്നെ സാറിന് ഒന്ന് വിളിക്ക് വക്കീലേ. ഈ കാര്യം പറയണ്ട, അത് ഞാൻ തന്ത്രപരമായി പറഞ്ഞോളാം. ഉത്തമനെ ദൈവം രക്ഷിക്കട്ടെ. അയ്യോ, സാറോടെ നിക്കായിരുന്ന ഞാൻ കണ്ടേയില്ല. പിന്നെ ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വക്കീല് സാറിനെ വിളിക്കാൻ വേണ്ടി അകത്തോട്ട് പോയിട്ടുണ്ട്. എന്തോ സാറേ, ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആർക്ക്? തെക്കേപ്പറമ്പിലെ ശേഖരൻ ചേട്ടന്റെ മോൾ അംബികയാണ് പെണ്ണ്. ആലോചന വന്നപ്പോ തന്നെ അംബിക പറഞ്ഞു, ആദ്യം നമ്മൾ തമ്മിൽ കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം മതി ഈ പെണ്ണ് കാണൽ ചടങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന്. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര അഹങ്കാരിയാണ്. കുറച്ച് പഠിപ്പും കൊണ്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. സാറേ, അംബിക ഡിഗ്രിക്കാരിയാണ്. അവളിങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോ ശേഖരൻ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ തമ്മിൽ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഹോട്ടലിലോ വഴിയരികിലോ ബേക്കറിലോ വെച്ച് കാണാനൊന്നും പറ്റൂല, അത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന്. ശേഖരൻ ചേട്ടന് വിവരമുണ്ട്. സാറേ സാറേ ശേഖരൻ ചേട്ടൻ പിന്നെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ സാറ് ഞെട്ടും. എന്താ? ശേഖരൻ ചേട്ടന്റെ വീടിന്റെ പുറത്ത് വെച്ചാണ് നമ്മൾ തമ്മിൽ കാണുന്നെങ്കിൽ അത് കെ മോഹനയുടെ സാറിന്റെ വീട്ടിൽ വെച്ചായിക്കൂടെ? ശേഖരൻ ചേട്ടന് ഈ നാട്ടിലെ ആകെ വിശ്വാസമുള്ളത് കെ മോഹനയുടെ സാറിനെ മാത്രമാണ് എന്ന്.
കേട്ടപ്പോ എനിക്കും തോന്നി അതാണ് നല്ലതെന്ന്. ഈ എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ കെ മോഹനന്റെ സാറിനെ പോലുള്ള ഒരാള് കൂടെ ഉണ്ടാവുന്നത് എനിക്കും നല്ലതാണല്ലോ. സാറിന്റെ ആ നിർദ്ദേശവും അഭിപ്രായവും അനുസരിച്ചുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, കെ മോഹനന്റെ സാറാണ് എന്റെ മാതൃകാ പുരുഷൻ. സാറിന്റെ വീട്ടിൽ വെച്ച് പെണ്ണ് കാണാൻ എനിക്ക് സമ്മതമാണ് എന്ന്. ഇതെന്നാ? ഇന്ന് വൈകിട്ട് സാറ് ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അമ്പിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്താ സാറേ? ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഉത്തമന്റെ കല്യാണക്കാരി ആയതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം. ഓ, വലിയ ഉപകാരം സാറേ. അപ്പൊ കൃത്യം 5:15 അമ്പികയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. ഓ ശരി സാർ. ഭഗവാനെ, അതങ്ങനെ കഴിഞ്ഞു. ഭാമേ, എന്താണ്? ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങൾ ഒരു കിടപ്പ് പിടികിട്ടി കാണുമല്ലോ. ഈ നാട്ടിലുള്ള ആളുകൾ ഓരോ ആവശ്യങ്ങൾക്കും ഉപദേശം ചോദിച്ച് കെ മോഹനേശ്വര സാറിനെയാണ് കാണാൻ വരുന്നത് എന്ന സത്യം ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഇപ്പോ നിനക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ എന്താണ് ഉത്തരവ് സംഭവിച്ചത്? ഉത്തമൻ നിന്നോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? എന്തു കാര്യം? അത് കൊള്ളാം. അപ്പോ ഉത്തമൻ നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞത് പോലുമില്ല. ഉത്തമന് ഒരു കല്യാണാലോചന. ആദ്യം ചെറുക്കനും പെണ്ണും തമ്മിൽ കാണട്ടെ എന്ന് പെണ്ണിന്റെ വീട്ടുകാർ. അങ്ങനെ ഇന്ന് ഇവിടെ വെച്ച് ഉത്തമൻ പെണ്ണ് കാണുന്നു. എന്താ നീ അന്തം വിട്ട് നോക്കുന്നത്? അല്ല, അപ്പൊ ഇവിടെ വെച്ച് പെണ്ണ് കാണുന്നതിൽ മോഹനയുടെ എതിർപ്പൊന്നുമില്ലേ? എതിർപ്പുണ്ടോന്ന് ചോദിച്ചാ, വേറെ എവിടെയെങ്കിലും വെച്ച് കാണുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇവിടെ വെച്ച് കാണുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. ഉത്തമന് ഒരു പെണ്ണ് കാണണമെന്ന് തോന്നിയപ്പോൾ അതിന്റെ ഉപദേശം ചോദിച്ചത് കെ മോഹനേശ്വര സാറിനോടാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പോ ഇതാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടുകാർക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും കെ മോഹനേശ്വര സാർ വേണം. ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പെണ്ണ് ഒരു ഡിഗ്രിക്കാരിയാണ്. അതുകൊണ്ട് അവളോട് സംസാരിക്കുമ്പോ എന്നെ പോലെ വിവരമുള്ള ഒരു സ്ത്രീ കൂടെ ഉണ്ടാവുന്ന നല്ലതാണ് എന്ന് ഉത്തമൻ തീരുമാനിച്ചു. ഇപ്പൊ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതല്ല സത്യം. പെണ്ണ് കാണൽ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചടങ്ങിലെടുക്കുന്ന തീരുമാനം നമ്മളെ ജീവിതകാലം മുഴുവൻ ബാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് എന്റെ സാന്നിധ്യത്തിൽ തന്നെ ആകണമെന്ന് ഉത്തമൻ നിർബന്ധം പിടിക്കുന്നത്. ഈ പെണ്ണ് കാണൽ ചടങ്ങിലെടുക്കുന്ന തീരുമാനം നമ്മുടെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്നു പറയുന്നത് വാസ്തവം തന്നെ മോനട്ട. ഒരു പെണ്ണ് കാണലിന് ഞാനൊരു മണ്ടത്തരം കാണിച്ചെന്ന ഫലമാണല്ലോ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ. പക്ഷേ ഉത്തമൻ പെണ്ണ് കാണൽ ഇവിടെ ആക്കാനുള്ള തീരുമാനം മോഹനേട്ടനെ കണ്ടല്ല, ഞാൻ കൂടെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓഹോ, ഹമേ, ഉത്തമൻ ഒരാണാണ്. ഒരാണിന് പെണ്ണ് കാണലിനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ളത് ഒരാണിനോടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഇതെന്തോന്നിന്റെ എന്റെ മോനേട്ടാ? ഒരു പെണ്ണോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യവും ഒരാണിന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? അതിനൊരു പെണ്ണിന്റെ സഹായം തന്നെ വേണ്ടേ? ഉത്തമനെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പെണ്ണിന്റെ സഹായമാണ് ആവശ്യം. നിനക്ക് ബുദ്ധിയുണ്ടെന്ന് നീ പറയുന്നല്ലേ? ഉത്തമൻ അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. ഉത്തമന്റെ അഭിപ്രായം എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് മോഹനേട്ടനാണോ? അല്ലല്ലോ, ഉത്തമനല്ലേ? അതെ, ആ അതേ ഉത്തമനാണ് എന്നോട് പറഞ്ഞത് കെ മോഹനേഷ് സാറിനെ പോലെ ആളുടെ വീട്ടിൽ വെച്ച് പെണ്ണ് കണ്ടാലേ ശരിയാകൂ. അതെ, സാറിനെ പോലെ ഒരാളുടെ വീട്ടിൽ വെച്ച്, അല്ലാതെ സാറിന്റെ മുന്നിൽ വെച്ച എന്നല്ല. ചുരുക്കി പറഞ്ഞ ഉത്തമന് വേണ്ടത് സാറിന്റെ ഉപദേശമല്ല, സാറിന്റെ വീടാണ്. നീ ഇങ്ങനെ പലതും പറയും. അല്ലെങ്കിലും സത്യത്തെ വളച്ചൊടിച്ച് കള്ളമാക്കുകയും പെരുങ്കള്ളത്തെ പറഞ്ഞ് സത്യമാക്കുകയും ചെയ്യുന്നതാണല്ലോ നിങ്ങൾ വക്കീലന്മാരുടെ പരിപാടി. പക്ഷേ ഇന്ന് ഉത്തമൻ ഇവിടെ വന്നത് പെണ്ണ് കാണലിൽ എന്റെ ഉപദേശവും അഭിപ്രായവും ചോദിക്കാനാണ്. മോഹനേട്ടോട് എന്ത് ചോദിക്കാനെന്നാണ്? എന്റെ മോഹനേട്ട, ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ സാധാരണമായി പ്രസക്തമായ വിഷയങ്ങൾ എന്തൊക്കെയാ? പറയാം. പെണ്ണിനെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ വിഷയത്തിൽ ഉത്തമന് മോഹനേട്ട സഹായമേ ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം പെണ്ണിന്റെ വിദ്യാഭ്യാസം, ജോലി, ശമ്പളം എന്നിവയൊക്കെയാണ്.
അതൊക്കെ ഉത്തമൻ തന്നെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഉള്ളത് ഒരു പെണ്ണിന്റെ സ്വഭാവമാണ്. ഒരു പെണ്ണിനോട് സംസാരിച്ച് അവളുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ വേറൊരു പെണ്ണ് തന്നെ വേണം എന്നുള്ളതല്ലേ സത്യം? അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിന്റെ സ്വഭാവം മോഹനേട്ടൻ എങ്ങനെ മനസ്സിലാവാനാണ്? ഇത്രയും കാലം കൂടെ താമസിക്കുക എന്റെ സ്വഭാവം പോലും മോഹനേട്ടൻ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ആര് പറഞ്ഞു? നീ ഒരു ഭയങ്കര അഹങ്കാരിയാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ എന്നെ പോലും ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഞാനൊരു പഞ്ചപാവമാണെന്ന് എന്നെ പരിചയമുള്ള എല്ലാരും പറയാറുണ്ടല്ലോ. സ്വന്തം ഭാര്യയെ നേരെ ചൊവ്വേ മനസ്സിലാക്കാത്ത മോഹനേട്ടനാണ് ഇനി ഉത്തമൻ കാണാൻ പോകുന്ന പെണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി ഉത്തമനെ ഉപദേശിക്കാൻ പോകുന്നത്. എന്റെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഉത്തമന്റെ കാര്യം കട്ടപ്പക തന്നെ ആയിരിക്കുവേ. ഇങ്ങനെ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. പെണ്ണ് കാണൽ ഇവിടെ ആക്കിയത് എന്റെ സൗകര്യം മാത്രം നോക്കിയിട്ടാണ്. അല്ല, എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. എന്ന് നീ പറഞ്ഞോ? ഞാനല്ലല്ലോ പറഞ്ഞത്, ഉത്തമനല്ലേ പറഞ്ഞത്. ഉത്തമൻ എന്നോട് പറഞ്ഞത് അങ്ങനെ അല്ല. അതെന്റെ കുഴപ്പമല്ല. ആഹാ, എങ്കിൽ പിന്നെ രണ്ടിലും നടന്നിട്ടുണ്ട് ബാക്കി കാര്യം. ആഹാ, ഹലോ ഉത്തമ, ഞാനാണ്. എന്താണ് സാറേ? ഉത്തമൻ അത്യാവശ്യമായി ഇവിടെ വരണം. എന്താ സാറേ പ്രശ്നം? അതിവിടെ വരുമ്പോഴാണല്ലോ പറയുക. ഉത്തമൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. അല്ല സാറേ, എനിക്ക് പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ആഹാ, ആ എങ്കിൽ ഉത്തമന്റെ പെണ്ണ് കാണൽ ഗോപാലൻകുട്ടി ചേട്ടനെ വിട്ട് ഞങ്ങൾ നടത്തിയാൽ മതി. സാറേ അങ്ങനെ പറയല്ലേ. ഉത്തമൻ കൃത്യം 4 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമോ ഇല്ലയോ? ഈശ്വര, ഇത് പുലിവാലായല്ലോ. അല്ല സാറേ, 4 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഉത്തമൻ ഇവിടെ നിന്ന് പോയിട്ട് 4 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അതായത് അങ്ങോട്ട് പോയ അതേ വേഗത്തിൽ തിരിച്ച് സ്കൂട്ടർ ഓടിച്ചാൽ 4 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. സമയനിഷ്ഠ പാലിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഉത്തമൻ എങ്ങനെ കല്യാണം കഴിക്കും? ഉത്തമൻ വരുമല്ലേ? ഞാൻ വരാം സാറേ. ശരി. കല്യാണവും സമയനിഷ്ഠയും തമ്മിൽ എന്തോന്ന് ബന്ധം? ഇയാൾക്ക് ഭ്രാന്താണ്. ഉത്തമൻ 4 മിനിറ്റിനുള്ളിൽ ഇവിടെ വരും. അപ്പോഴറിയാം ഉത്തമന് വേണ്ടത് എന്റെ സഹായമാണോ നിന്റെ സഹായമാണോ എന്ന്. അതറിയാനൊന്നുമില്ല. ഉത്തമന് വേണ്ടത് എന്റെ സഹായമാണ്. ആ, ഉത്തമൻ നിന്നോട് എന്തെങ്കിലും പുതിയ കേസിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഭാമേ? എന്താ? അല്ല, അങ്ങനെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നീ ഉത്തമനെ ഭീഷണിപ്പെടുത്തി നിന്റെ പക്ഷത്തോട് നിർത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ അടവ് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്ക് തിരിച്ചാ മോഹനേട്ട പേടി. ആരുടെയെങ്കിലും കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെയോ പോക്കുവരവിന്റെയോ കാര്യം പറഞ്ഞ് മോഹനേട്ടൻ ഉത്തമനെ വരട്ടും. അതോടെ ഉത്തമൻ പറയും എനിക്ക് സാറിന്റെ സഹായമോ വേണ്ടതെന്ന്. ഞാൻ ഉത്തമൻ വരട്ടുന്ന പ്രശ്നമേ ഇല്ല. കാരണം എനിക്കതിന്റെ കാര്യമില്ല. പെണ്ണ് കാണൽ ചടങ്ങ് ഇവിടെ വെച്ച് ആക്കിയത് തന്നെ മോഹനേട്ടൻ സാറിന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് സാറേ എന്നോട് പറഞ്ഞല്ലേ. ആദ്യം ചുമ്മാ മോഹനേട്ടനെ സോപ്പിടാൻ വേണ്ടി പറയുന്നല്ലേ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വെച്ച് പെണ്ണ് കാണാൻ മോഹനേട്ടൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. ആമേ, നിനക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും കരുതാം. ഉത്തമൻ വരുന്നത് വരെ എന്ത് സങ്കല്പിച്ചുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യവും നിനക്കുണ്ട്. പക്ഷേ ഉത്തമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടരുത്. നമുക്ക് കാണാം. സാറേ, ആഹാ, ഉത്തമനെത്തി സാറേ എന്ന് വിളിക്കുകയും ചെയ്തു. നിന്റെ അഹങ്കാരം ഇപ്പൊ തീർക്കാം. നമസ്കാരമുണ്ട് സാർ. എന്ത് സാർ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? ഉത്തമൻ ഇന്ന് ഇവിടെ വെച്ച് ശേഖരൻ ചേട്ടന്റെ മകൾ അംബികയെ പെണ്ണ് കാണാൻ പോവുകയാണല്ലോ. അതെ അതെ. എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് പെണ്ണ് കാണാം എന്ന് ഉത്തമൻ തീരുമാനിച്ചത്? അല്ല, അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഉത്തമൻ ആരെയും പേടിക്കുന്നത്? കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഡിഗ്രിക്കാരിയായ അംബികയോട് സംസാരിക്കുമ്പോ വിവരമുള്ളൊരു പെണ്ണ് കൂടെ വേണമെന്ന് ഉത്തമന് താല്പര്യമുണ്ട്. ഞാനും ഉത്തമനും തമ്മിൽ സംസാരിക്കുമ്പോൾ നീ ഇടപെടരുത്. ഉത്തമ, പറയൂ, എന്തുകൊണ്ടാണ് പെണ്ണ് കാണൽ ഇവിടെ കെ മോഹനേഷ് സാറിനെ വിട്ടിച്ച് നടത്താൻ തീരുമാനിച്ചത്? പറയൂ. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറേ. ആദ്യം നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ചിട്ട് മതി പെണ്ണ് കാണാൻ ചടങ്ങെന്നൊക്കെയാണ് അംബിക പറഞ്ഞത്.
അങ്ങനെ നേരിട്ട് കാണാൻ എത്രയോ സ്ഥലങ്ങൾ നാട്ടിലുണ്ട്. അവിടെ എങ്ങും പോകാതെ ഇങ്ങോട്ട് തന്നെ വന്നത് എന്തിനാണ്? അത് പിന്നെ കല്യാണം കഴിയാത്ത ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രശ്നമാണല്ലോ സാറേ. കെ മോനൊരു സാറിന്റെ വീട്ടിലാകുമ്പോ അത് പ്രശ്നമല്ല. എന്താ എന്താ എന്താ? അല്ല, ഈ കെ മോനൊരു സാറെന്ന് പറയുമ്പോ ജനങ്ങൾക്ക് അത്രയ്ക്ക് ഭയങ്കര ബഹുമാനമാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാരണങ്ങൾ? അത് പിന്നെ ഈ നാട്ടിലെ കെ മോഹനയുടെ സാറിനേക്കാൾ വിവരമുള്ള മറ്റൊരാളെ, അല്ല, കെ മോഹനയുടെ സാറിനേക്കാൾ വിവരമുള്ള മറ്റൊരാളെ കാണാനില്ലല്ലോ. അപ്പൊ പെണ്ണ് കാണുമ്പോ സാറ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാവുകയും ചെയ്യും. സാറിന്റെ വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ എനിക്ക് കേൾക്കുകയും ചെയ്യാം. ഇതൊക്കെ ഈ നിൽക്കുന്ന സത്യഭാമ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തമനെ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ശരി ശരി. കാര്യങ്ങൾ മനസ്സിലായോ നിനക്ക്? അറിയിക്കോട്ടെ. വേണ്ട വേണ്ട, വേണ്ട. എന്റെ പൊന്നു വക്കീൽ, ഇതിന്റെ പേരിൽ എന്നെ ചീത്ത വിളിക്കരുത്. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ സാറ് ഉടക്കിട്ടേനെ. പിന്നെ വക്കീൽ സാറിനെ പോലെ അല്ലല്ലോ, കാര്യഗൗരവവും ബുദ്ധിയുള്ള ആളല്ലേ. എന്റെ ഗതികേട് മനസ്സിലാക്കണം. വൈകിട്ട് അംബിക വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയാനാണോ പരിപാടി? അവളുടെ മുമ്പിൽ വെച്ച് മോഹനേട്ടൻ പുകഴ്ത്തി പറയൂ, എന്നെ കളിയാക്കോ മറ്റോ ചെയ്തോ? പറയില്ല. ഓ ശരി, അപ്പൊ ചെല്ല്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു, ഞാൻ ക്ഷമിക്കുന്നു. ഈശ്വരാ, രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് എന്നെ പിന്നെയും വിളിക്കുവോ? ഫോൺ ഓഫ് ചെയ്യുന്നതാണ് ബുദ്ധി. സുലോചനയുടെ മുഖം കണ്ടപ്പോഴേ ശങ്കരൻകുട്ടി അമ്മാവനൊരു സംശയം തോന്നി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തുണ്ടാവുമായിരുന്നു? വാസ്തവ കാഞ്ചന സാറേ, കല്യാണത്തിന് മുന്നേ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ പ്രഹ്ലാദൻ ചേട്ടന് ആകെപ്പാടെ ഒരു ചമ്മലായിരുന്നു. പെണ്ണിനെയും ചെറുക്കനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ചേട്ടൻ പറയാ, എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് സംസാരിക്കണമെന്ന്. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാൻ പറ്റി. എന്താ കാഞ്ചന സാറേ വലിയ ചർച്ച? എന്റെ ഇളയ അനിയന് വേണ്ടി മെനഞ്ഞാന്ന് പെണ്ണ് കാണാൻ പോയ കാര്യം പറയായിരുന്നു ശശിവരൻ ചേട്ടാ. ആർക്ക്? പ്രകാശനോ? സുലോചന എന്നാ പേര്. ഒരു ബ്രോക്കർ വഴി വന്ന ആലോചനയാ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. അങ്ങനെ പെണ്ണ് കാണാനായി പ്രകാശനും അവന്റെ ഒരു കൂട്ടുകാരനും ശങ്കരൻകുട്ടി അമ്മാവനും കൂടെ പോയി. എന്നിട്ടെന്താ, സ്ഥിരം പെണ്ണ് കാണൽ കലാപരിപാടികളെല്ലാം നടന്നു. വീട്ടുകാരുമായി കുശലം, പെണ്ണ് ചായയും പലകാരമായിട്ട് വരുന്നു, പേരെന്താ, എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു സംഗതി സീരിയസ് ആയി ആലോചനയിൽ വരെ എത്തിയതാ. പ്രകാശനും അവന്റെ കൂട്ടുകാരനും ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവര് സുലോചനയുടെ ചന്തോ നോക്കി അങ്ങ് ഇരുന്നു. ശങ്കരൻകുട്ടി അമ്മാവൻ പക്ഷെ അവരെ പോലെ അല്ലല്ലോ, നല്ല ലോകപരിചയമുള്ള ആളല്ലേ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ സുലോചനയുടെ മുഖത്തുള്ള ഭാവമാറ്റം അമ്മാവൻ കണ്ടു. എനിക്ക് പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോ അവര് സമ്മതിച്ചു. അപ്പൊ പയ്യനല്ലേ സംസാരിക്കേണ്ടത്? അമ്മാവന് സംസാരിക്കണമെന്ന്. സുലോചനയെ വിളിച്ച് വീടിന്റെ സൈഡിൽ കൊണ്ട് നിർത്തി ശങ്കരൻകുട്ടി അമ്മാവൻ ചോദിച്ചു, എന്തോ പ്രശ്നമുണ്ടല്ലോ കുട്ടിക്ക്, എന്താ അതെന്ന്. അപ്പൊ ആ പെങ്കൊച്ച് ഒരൊറ്റ കരച്ചില്. സംഭവം എന്താ, അവൾ ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലാണെന്ന്. അവളുടെ വീട്ടുകാർക്ക് ആ ബന്ധം ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതായിരുന്നു. കാഞ്ചന സാറിന്റെ അമ്മാവൻ ആ നേരത്തെ അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്തുണ്ടാവുമായിരുന്നു? ദൈവമേ. രണ്ട് വീട്ടുകാരും ചേർന്ന് കല്യാണം ഉറപ്പിക്കും. അതോടെ ഒന്നുകിൽ സുലോചന കാമുകന്റെ കൂടെ ഒളിച്ചോടും, അല്ലെങ്കിൽ വല്ല ഫാനിലോ മാവിന്റെ കൊമ്പിലോ കെട്ടിത്തൂങ്ങും. ഇനി ഇതൊന്നും ചെയ്തില്ലാന്ന് വെക്കാം, ഇഷ്ടമുള്ള ആണിന്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിന്റെ നിരാശ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുക്കെ ഉണ്ടാവില്ലേ? അത് കാണും. പ്രകാശിന്റെ ജീവിതം കട്ട പുകയായേനെ. നമസ്കാരം സാർ. നമസ്കാരം. അനിയന് പെണ്ണ് കാണാൻ പോയതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ആപ്പീസ് ജോലിക്കാര് ചെയ്യും. അതല്ല സാർ,
ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവരോടും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. അനുഭവങ്ങൾ പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് ആഫീസ് സമയത്താവരുത്. കാരണം കേരള സർക്കാർ കാഞ്ചനയ്ക്ക് ശമ്പളം തരുന്നത് കല്യാണാലോചനയുടെ കാര്യം പറയാനല്ല. ഭാഗ്യം ഇന്നെന്താ വലിയ ചൂടിലല്ലല്ലോ. സാധാരണ ഇങ്ങനെയൊക്കെ കേട്ടാ ചാടിക്കടിക്കാൻ വരുന്ന ആളല്ലേ. ഞാൻ സാരി ഉടുത്തു ഒരുങ്ങി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഞാനും അമ്മയും കൂടി ഉണ്ടാക്കിയ കാപ്പിയും പലഹാരങ്ങളും കഴിച്ച് തീരുമാനം പിന്നെ പറയാമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോകുന്നു. സത്യം പറഞ്ഞ ഇങ്ങനൊരു പെണ്ണ് കാണല് എന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. അംബിക നിർബന്ധിച്ചോണ്ടാണ് ഞാൻ ഈ വഴി ആലോചിച്ചത്. അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. അതല്ലാതെ ഒരു ദിവസം രാവിലെ പെണ്ണ് കാണാനാണെന്നും പറഞ്ഞ് ചേട്ടൻ ബന്ധുക്കളെയും വിളിച്ച് വീട്ടിൽ കയറി വരുന്നു. ഞാൻ സാരി ഉടുത്തു ഒരുങ്ങി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഞാനും അമ്മയും കൂടി ഉണ്ടാക്കിയ കാപ്പിയും പലഹാരങ്ങളും കഴിച്ച് തീരുമാനം പിന്നെ പറയാമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ വിളിച്ച് പെണ്ണിനെ ഇഷ്ടമായില്ല എന്ന് പറയുന്നു. ചായക്കും പലഹാരത്തിനും മുടക്കിയ കാശും പോവും, പ്രയാസപ്പെട്ട് സാരി ഉടുത്തതും വെറുതെ ആവും. അയ്യോ, ചായ കുടിക്കേ. വക്കീലിനൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലേ? വീട്ടിൽ വരുന്നവർക്ക് ഒരു ചായ കൊടുക്കുന്ന അത്ര വലിയ ബുദ്ധിമുട്ടാണോ ഉത്തമ? പേര് ന്യായം പറയാതെ അത് കുടിക്കാൻ നോക്ക്. അംബികയുടെ വീട്ടിൽ പാചകമൊക്കെ ആരാ? അംബികയാണോ അമ്മയാണോ? രണ്ടുപേരും. ചിലപ്പോ അച്ഛനും സഹായിക്കും. അച്ഛന് നന്നായി പാചകം ചെയ്യാറുണ്ട്. ആ, ഉത്തമനോ? അല്ല, അതിപ്പോ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. സാരമില്ല ഉത്തമ, കല്യാണം കഴിയുമ്പോ എന്തായാലും ഉത്തമം പഠിച്ചോളും, അല്ലെങ്കിൽ അംബിക പഠിപ്പിച്ചോളൂ. ഇവിടുത്തെ സാറിന് പാചകമൊക്കെ അറിയാമോ? എന്താ? ഒന്നുമില്ല, ഒരു തുമ്മൽ ഇങ്ങനെ വന്നു, അതുകൊണ്ടാ. കുഴപ്പമില്ല. മോഹനേട്ടൻ എത്തി. മോഹനേട്ട, ഇതാണ് അംബിക. നമസ്കാരം സാർ. അംബിക കൃത്യം 5:15 ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഉത്തമൻ പറഞ്ഞത്. ഓ ആണ് സാർ. പക്ഷേ പറഞ്ഞ സമയത്തിന് മുൻപേ അംബിക എത്തി. അതാണ് വൈകി എത്തുന്നത് പോലെ തെറ്റായ കാര്യമാണ് നേരത്തെ എത്തുന്നത്. എന്റെ മോഹനേട്ട ഇതൊരു പെണ്ണ് കാണല. ഇവിടെ മോഹനേട്ടന്റെ ശാസ്ത്രം ഓർക്കണ്ട. എനിക്ക് അംബികയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ. എന്താ സാർ? വരൂ. ഈ നിൽക്കുന്ന ഉത്തമൻ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഉത്തമൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏറ്റവും യോജിച്ചയാളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടണമല്ലോ. വരൂ. വക്കീൽ, എന്റെ കല്യാണാലോചന ഇതോടുകൂടി തീരും. മോഹനേഷ് സാർ ഉടക്കണേം ചെയ്യും. ഞാൻ പറഞ്ഞൊരു 1/2 മണിക്കൂർ നേരത്തെ പറഞ്ഞു, അപ്പൊ കേട്ടില്ലല്ലോ. ഇനി അനുഭവിച്ചു. എന്താ സാറേ? ഉത്തമൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഉത്തമൻ ഒരു ദോഷവും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. എന്താ സാറേ? അല്ല, അംബികയുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ എന്ന് സാർ നോക്കുകയായിരുന്നു. എന്ത് ഭാവവ്യത്യാസം? അംബിക ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയൂ, ഉണ്ടോ? ഉണ്ട്. ആരെ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂടെ പഠിച്ച രാജീവിനെ. 10ൽ വെച്ച് സ്കൂളിന്റെ മുമ്പിൽ സ്റ്റേഷനറി കട നടത്തുന്ന പ്രഭാകരൻ ചേട്ടനെ. പിന്നെ +1നും +2നും പഠിക്കുമ്പോ വിജയൻ, രഘു, സുകുമാരൻ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ അജയൻ.
കോളേജിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ബഷീർക്ക, കൂടെ പഠിച്ച അരുൺ. സത്യം പറയാലോ സാറേ, ഡിഗ്രി കഴിഞ്ഞതോടെ ഞാൻ ആ പരിപാടി നിർത്തിയതാ. പക്ഷേ എന്നും രാവിലെ സാർ എന്റെ വീട്ടിന്റെ മുമ്പിൽ കൂടെയാണല്ലോ ഓഫീസിൽ പോകുന്നത്. സത്യം പറഞ്ഞ സാറിനെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് പ്രേമമായി. എന്നും ഞാൻ സാറിനെ കാണാനായി ടെറസിന്റെ മുകളിൽ പോയി നിൽക്കും. നാളെ പോകുമ്പോ സാർ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, എന്നെ കാണാം. എന്തെങ്കിലും അറിയാനുണ്ടോ? എന്റെ സാറേ, ഉത്തമൻ ചേട്ടനുമായി ഒരു കല്യാണാലോചന വന്നു. ചേട്ടനെ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വെച്ചാവാന്ന് പറഞ്ഞത് ഉത്തമൻ ചേട്ടനാ. ഇവിടെ വന്നപ്പോഴാ സാറിന്റെ സ്വഭാവം ഞാൻ അറിയുന്നത്. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞ് ചോദിക്ക, എനിക്കോ ഉത്തമൻ ചേട്ടനോ കല്യാണം കഴിക്കണമെങ്കിൽ സാറിന്റെ സഹായം എന്തിനാ? ഒരു സഹായവും വേണ്ട. കല്യാണം കഴിക്കേണ്ട ആളെ തീരുമാനിക്കേണ്ട ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരാളിന്റെ ഉപദേശവും വേണ്ട. ഇനി ഉത്തമൻ ചേട്ടന് അങ്ങനെ ഒരു ഉപദേശം വേണമെങ്കിൽ സാറ് കൊടുത്തു. പക്ഷേ പിന്നെ അങ്ങനെ ഞാൻ കിട്ടില്ല. സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാളെ ഏത് പെണ്ണിന് വേണം സാർ? അല്ല, ഞാൻ പോയിക്കോട്ടെ സാർ. കാണുന്നില്ലല്ലോ വക്കീലെ. ഉത്തമനോട് വളരെ സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം പറയട്ടെ. അമ്പിയോട് സംസാരിക്കുന്ന മോഹനേട്ടനായതുകൊണ്ട് ഈ കല്യാണം നടക്കാനുള്ള സാധ്യത വളരെയേറെ കുറവാ. ആറാൻ പറ്റുന്ന വർത്താനം പറയല്ലേ വക്കീലെ. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാലമായി ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലേ? എന്തായി? സാറിനോട് സംസാരിച്ചോ? സംസാരിച്ചു. നല്ല മനുഷ്യൻ. സത്യം പറഞ്ഞ ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യ. എങ്ങോട്ട് പോകും? അങ്ങോട്ട് തന്നെ പോകാം. ചേട്ടന് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നും ചോദിക്കാനില്ല. അംബിക എന്നാ പിന്നെ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് നടന്നു പോവാൻ വയ്യ. എന്തായാലും ഉത്തമേട്ടൻ ആ വഴിക്കല്ലേ, എന്നെ കൂടി കൊണ്ടുപോകും. അത് ശരിയാവൂല. എന്താ ശരിയാവാത്തത്? ഒരാണിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ പെണ്ണ് കയറിയ ആകാശം ഇടിഞ്ഞു വീഴുവോ? അതുകൊണ്ടല്ല, അത് അയ്യോ, ഇവർക്കെന്ത് തോന്നുന്ന ഓർത്താണോ? അതോർത്ത് പേടിക്കണ്ട. സാറിന് ഇതിലൊന്നും ഒരു എതിർപ്പില്ല, അല്ലേ സാറേ? നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോ. കേട്ടല്ലോ, അപ്പൊ വണ്ടി എടുക്ക, നമുക്ക് പോയേക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ അങ്ങോട്ട്. സാറേ, ഞാൻ പോന്നേ സാറേ. എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചില്ല. അത് കള്ളമാണ്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചു എന്ന് മോഹനേട്ടൻ ഈ മുഖം കണ്ടാൽ അറിയാലോ. അവളെന്താ പറഞ്ഞത്? ഇനിയിപ്പോ എന്ത് പറയാനാ? പാവം ഉത്തമൻ. ഉത്തമം വിവരം അറിയുന്ന ഉറപ്പാ. എന്താ കാര്യം ഒന്ന് പറ. ഇക്കാലത്ത് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര അഹങ്കാരികളാ ഭാമേ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നീ പഞ്ചപാവ. പെണ്ണുങ്ങൾ പഴയതുപോലെയൊന്നും അല്ലെന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാതെ പോയതാണ് വിനയായത്. കാലം മാറിയെന്ന കാര്യം മോഹനകൃഷ്ണന് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.